മൊസാംബിക്കിലെ കെലിമാൻ രൂപതയുടെ ബിഷപ്പ് ഒസോറിയോ സിത്തോറോ അൽഫോൻസെ ജൂൺ 6 പുലർച്ചെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറിയ അജ്ഞാതരായ അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്ത ആഗോള സമൂഹത്തെ കടുത്ത ഞെട്ടലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ബിഷപ്പിന് 54 വയസ്സായിരുന്നു. വടക്കൻ മൊസാംബിക്കിൽ ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ഗ്രാമങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്കെതിരെ മെയ് 12 അദ്ദേഹം ശക്തമായ ഭാഷയിൽ പരസ്യമായി പ്രതികരിച്ചിരുന്നു. തീവ്രവാദ ഇരകൾക്ക് വേണ്ടി ധീരമായി ശബ്ദമുയർത്തുകയും മതപരമായ അസഹിഷ്ണുതയെയും മാനുഷിക പ്രതിസന്ധികളെയും ശക്തമായി അപലപിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഒരു ആത്മീയ ഇടയന്റെ വിയോഗത്തിൽ പ്രാദേശിക ക്രിസ്തീയ സമൂഹം അതീവ ദുഃഖത്തിലാണ്. രാത്രിയുടെ മറവിൽ ബിഷപ്പിന്റെ വസതിയിൽ കടന്നുകയറിയ കൊലയാളികൾക്കായി ദേശീയ അന്വേഷണ ഏജൻസികൾ തെരച്ചിൽ നടത്തുമ്പോൾ കഠിനമായ വേദനയുടെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനയോടെയും ശാന്തതയോടെയും ആയിരിക്കണമെന്ന് സഭാ നേതൃത്വം അഭ്യർത്ഥിച്ചു. അതേസമയം മൊസാംബിക്കിലെ ബിഷപ്പ് ഒസോറിയോ സിത്തോറ അഫോൻസോ വെടിയേറ്റ് കൊല്ലപ്പെട്ട ക്രൂരമായ സംഭവത്തിൽ ലയോ 14 പാപ്പ തന്റെ ആഴമായ ദുഃഖം രേഖപ്പെടുത്തി. നിലവിൽ മാഡ്രിഡിലുള്ള പാപ്പ ബിഷപ്പിന്റെ ജീവനെടുത്ത ഈ ക്രൂരമായ അക്രമ സംഭവത്തെക്കുറിച്ച് അതീവ ദുഃഖത്തോടെയാണ് അറിഞ്ഞതെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈ കഠിനമായ വേദനയുടെയും സങ്കടത്തിന്റെയും ഘട്ടത്തിൽ കെലിമാൻ രൂപതയിലെ ജനങ്ങളോടും മൊസാംബിക്കിലെ മുഴുവൻ സമൂഹത്തോടും പാപ്പ തന്റെ ആത്മീയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ തകർന്ന ജനങ്ങൾക്ക് ദൈവികമായ ആശ്വാസം ലഭിക്കട്ടെ എന്നും എല്ലാവരെയും അവിടുത്തെ സ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിച്ച പാപ്പ അക്രമികളുടെ കരങ്ങളെ ദൈവം തടയട്ടെ എന്നും കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.